ചെങ്ങായിമാർ എങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പോൾ കിച്ചണിൽ പോയപ്പോൾ സുലൈമാക്ക നല്ല ദോശ ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ടിരിക്കാൻ എന്താ രസം എന്നായിരുന്നു. അത് ഇരിക്കുമ്പോഴാണ് സുലൈമാക്ക പറഞ്ഞ അവിടെ സാൻഡ്വിച്ചും ചായ ഉണ്ട്, അത് കഴിച്ചുകൊടുക്കുന്നത്. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുലൈമാക്ക പറഞ്ഞ നമ്മൾ ദോശയുടെ കയറിങ്ങനെ അത് കഴിച്ചു. നല്ല മുളകിട്ട മീൻകരും അതേപോലെ ദോശയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാമാന്റെ ഒരു വിളി മുരട്ടിയ സാധനം വാങ്ങിക്കൊണ്ടാണ് ഇങ്ങോട്ട് വന്നു. മാമയുടെ അടുത്ത് പൈസ വാങ്ങിയ ശേഷം വാഷിംഗ് മെഷീനിൽ തിരുമ്പാള ഡ്രസ്സൊക്കെ കിട്ടുന്ന ശേഷം നേരെ വിട്ടിട്ട് നമ്മളെ പച്ചക്കറിക്കട എത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നിട്ട് അവരോട് പറഞ്ഞ് 2 സ്ഥലം ഉണ്ടാക്കി തരാം. 2 സ്ഥലം ഉണ്ടാക്കൽ കഴിഞ്ഞ ശേഷം പൈസയും കൊടുത്ത് ബില്ലും വാങ്ങിയ ശേഷം അവര് സാധനങ്ങൾ നേരെ വണ്ടിക്ക് വെച്ചിട്ട് അപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്ത് പോകാൻ നോക്കുമ്പോഴാണ് ബഷീർക്ക് ഓടി വന്നിട്ട് പറഞ്ഞു പോലോ മുരട്ടി എനിക്ക് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി നേരെ വീട്ടിൽ എത്തിയപ്പോഴാണ് മാമ പറഞ്ഞ് ഒരു സ്ഥലം നേരെ മകന്റെ വീട്ടിൽ കൊണ്ടുകൊടുക്കുന്നത്. അവിടെ നിന്ന് നേരെ വിട്ടിട്ട് അൽഫ പോയതിന് ശേഷം മകന്റെ വീട്ടിൽ അവിടെ സാധനം ഇറക്കിയതിന്റെ ശേഷം നേരെ വീട്ടിൽ എത്തിയപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലെ ഡ്രസ്സുകളൊക്കെ തിരുമ്പല് കഴിഞ്ഞ് തോരടല് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ബാങ്ക് കൊടുക്കണം കേൾക്കണമെന്ന് നേരെ പോയി പള്ളിക്കൊക്കെ നിസ്കാരം കഴിഞ്ഞ് ഫുഡ് കഴിക്കല് കഴിഞ്ഞ് ഒറ്റ കിടത്തട്ടാ. പിന്നെ 5 മണിക്ക് മാമാന്റെ ഒരു വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി നമുക്ക് ഏട്ടന്റെ വീട്ടിൽ പോകാണ്ട്. അതേപോലെ സല്യം അതേപോലെ സുലൈമാക്കല്ല ബിലാലത്തും ഗ്രസ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വണ്ടിയിൽ വെച്ചുകൂടെ അതൊക്കെ അവിടെ കൊണ്ടുകൊടുക്കാനുള്ളതാണ്. ബാബാന്റെ വണ്ടി സ്റ്റാർട്ടാക്കി സാധനങ്ങളൊക്കെ വെക്കുമ്പോഴാണ് ബാബാന്റെ മാമാന്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അവരൊക്കെ വണ്ടി കയറിന്റെ ശേഷം നേരെ വിട്ട് മാമാന്റെ ഏട്ടന്റെ വീട്ടിലേക്ക് അവിടെ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നേരെ വിട്ടിട്ടാ വീട്ടിലേക്ക് പോകുന്ന ഇടയിലാണ് ബാബ പറഞ്ഞ് ഉമ്മറട്ടിയെ ബാങ്ക് കൊടുക്കാനായിക്കുന്നത്. നേരെ വിട്ട പള്ളിക്കൊക്കെ ഞാൻ ബാബാനിട്ട് നേരെ വിട്ടിട്ടാ പള്ളിക്കൊക്കെ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴാണ് ബാബ പറഞ്ഞ് ലബം വാങ്ങണമെന്ന്. ബാബാനും കൂട്ടി നേരെ വിട്ടിട്ട സെഫീർമാൾക്ക് അവിടെ പോയ ശേഷം ലബം തപ്പി പിടിച്ചതിന് ശേഷം ലബം വാങ്ങി പൈസയും കൊടുത്തതിന് ശേഷം ബാബാനും കുട്ടി നേരെ വിട്ടിട്ട വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സുകളൊക്കെ എടുത്ത് അലമാര കൊണ്ടാക്കുമ്പോൾ ബാബാന്റെ ഒരു വിളി ഉമ്മറട്ടിയെ വണ്ടി സ്റ്റാർട്ടാക്കി കമ്പനിക്കാരന് വീട്ടിൽ പോകല്ലേ എന്ന് ഞായറാഴ്ച അല്ലേ അങ്ങനെ ബാബാനും കയറ്റി നേരെ വിട്ടിട്ട് കമ്പനിക്കാരന്റെ വീട്ടിൽ അവിടെ പോയപ്പോൾ നല്ല അരീസും അസീതും ഉണ്ടായിട്ട് അത് കഴിച്ച് അപ്പത്തുള്ള കൂടി അടുത്ത മണിക്കത്തൊക്കെ ഓക്കെ ബൈ.